ഇപ്പൊ കണ്ടില്ലേ, നിന്റെ പെണ്ണിനെ നിനക്ക് മാത്രമല്ല ആവശ്യം, അവനും ആവശ്യമുണ്ട്. തേന് വരുമ്പോ ഇന്നെങ്കിലും നിന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞേക്ക്. അവളെന്തെങ്കിലും തെറ്റായി വിചാരിച്ച നിനക്ക് തേൻ വേണോ വേണ്ടേ? വേണം വേണം. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് കണ്ടോ? അല്ല തേനെ സുഖാണോ? കുഴപ്പമില്ല, ഇങ്ങനെ പോന്നു. ഒന്ന് ടൗണിലേക്ക് പോവാ. എന്റെ കടയിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങണം. അതിന് അത് പിന്നെ നിനക്കൊരു റെഡിമെയ്ഡ് ഷോപ്പ് തുറന്നൂടെ? നമ്മുടെ നാട്ടിലൊരു പുതിയ വെറൈറ്റി ആയിരിക്കുമല്ലോ. ടൗണിൽ പോയി വാങ്ങിക്കുന്നവർ ഇവിടെ തന്നെ വാങ്ങിക്കൂലേ? അതിനൊക്കെ ഒരുപാട് പൈസ ആവില്ലേ? കാശ് വേണമെങ്കിൽ ബാങ്കിൽ ലോൺ ട്രൈ ചെയ്തോടെ? അങ്ങനെ മാറ്റങ്ങളൊന്നും പെട്ടെന്ന് നടക്കില്ല. എന്തായാലും കുറച്ച് സമയം എടുക്കും. ഞാൻ വേണമെങ്കിൽ ശ്രമിക്കട്ടെ. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. നമ്മൾ വെറുതെ കിടന്ന് ധൃതിപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. നിന്റെ ഷോപ്പിൽ ജോലിക്ക് അങ്ങനെ പോകുന്നു? എന്ത് പറയാനാന്നേ, നമ്മുടെ നാട്ടിലുള്ളവരും കൂടി ഇപ്പൊ മിടിയും ചുരിദാറും ഒക്കെ ഇടുന്നത്. ധാവണിയൊന്നും ആർക്കും വേണ്ട. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പല പെണ്ണുങ്ങളും നൈറ്റ് കൊണ്ടാ കാണുന്നത്. ഈ പോക്ക് പോയ മുത്തശ്ശിമാരും ലെഗിൻസിന് മാറി. ശരി, എനിക്ക് പോവാൻ സമയമായി. എങ്ങോട്ട് പോണേ? വീട്ടിലേക്ക്. തേനെ ആ ഒന്നുമില്ല. ശരി എന്നാ. എന്നും പോലെ എന്നും നാണം കിട്ടും. ഇതിപ്പോ എങ്ങനെയാ പറയാ? ആര് വെച്ചാ പറയാ? കുഞ്ഞില്ലാത്തവർക്ക് പുത്രഭാഗ്യം കൊടുക്കുന്നതും പിരിഞ്ഞിരിക്കുന്ന ദമ്പതികളെ ചേർത്ത് വെക്കുന്നതും ചേർന്നിരിക്കുന്ന ദമ്പതികളെ പിരിച്ചു കളയുന്നതും കോർട്ട് കേസെന്നൊക്കെ പറഞ്ഞ് അലയിപ്പിക്കാണ്ട് 2 വെറ്റലയും കൊണ്ട് ആ പണി അങ്ങോട്ട് തീർക്കുന്നതാണ് ഈ വെറ്റല സ്വാമിയുടെ ഒരു മഹിമ. ഇദ്ദേഹത്തിന് വെറ്റില സ്വാമി എന്ന പേരെങ്ങനെ വന്നേ? ഞാൻ നല്ല വിശപ്പിലായിരുന്നു മോനെ. വെറും വായിട്ട് ചവയ്ക്കുന്ന കണ്ടപ്പോൾ അടുത്തിരിക്കുന്നവൻ്റെ അടുത്ത് 2 വെറ്റല ചോദിച്ച് എടുത്ത് ചവച്ച്. അവൻ പെട്ടെന്ന് ഷാമി, വെറ്റല ഷാമി എന്ന് പറഞ്ഞ് വിളിച്ച്. അന്ന് തൊട്ട് ഞാൻ വെറ്റല ഷാമി ആയതാ. ഈ പറഞ്ഞല്ലോ. ഈ സ്വാമിയെ കുറിച്ച് അന്വേഷിച്ചോ? സൂപ്പർ പറയണം. എന്റെ കാര്യങ്ങളൊക്കെ തുറന്നു പറയാ. ഉറപ്പായിട്ടും. എടാ പവർഫുൾ മാത്രമല്ലടാ, സ്വാമി ഭയങ്കര കളർഫുളും കൂടിയാ. അങ്ങനെ ശ്ലോകമേ വ്യത്യാസമായിരിക്കൂടാ. പറ്റൂന്ന് പറയും, ഇല്ലെന്ന് പറയും, ഇല്ലെന്ന് പറയും, പറ്റൂന്ന് പറയും. എടാ അളിയാ, സ്വാമി നീ പറഞ്ഞ പോലെ തന്നെ വലിയ ആളാന്ന് തോന്നുന്നു. എടാ അത് കണ്ണു തുറക്കാൻ വേണ്ടി എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് തന്നെ. ആ വെറ്റിലെടുത്ത് തന്നെ മോനെ. ഇതാ സ്വാമി. പ്രേമത്തിലാണല്ലേ പ്രശ്നം. പ്രേമിക്കുന്ന പെണ്ണിനെ എങ്ങനെ വളയ്ക്കണമെന്നല്ലേ ചോദിക്കാൻ വന്നത്. അതെങ്ങനെയാ? അതിന് കറക്റ്റാ പറഞ്ഞത്. നീ മനസ്സിൽ കരുതിയ കാര്യം മംഗളകരമായി നടന്നിരിക്കും. നമ്മുടെ ഈ മനുഷ്യർക്കൊക്കെ നല്ല മനസ്സും കൊണ്ട് കുറച്ച് വസ്ത്രം മേടിച്ചു കൊടുക്ക്. ശരി സ്വാമി, ചെയ്തേക്കാം. ഓം വെറ്റിലയായ നമഃ. ഈ വെറ്റില നീ ചവച്ചു തീർക്കുന്നതിനിപ്പുറം ആ പെണ്ണിന്റെ മനസ്സിലോട്ട് നീ കേറിയിരിക്കും. ഞാൻ വിചാരിച്ച കാര്യം നടക്കട്ടെ. ഈ വീട്ടിലെ സ്വാമിക്ക് ഒരു അമ്പലം നിർമ്മിച്ചേക്കാം. വളരെ ആഗ്രഹമൊക്കെ നടക്കും. നന്നായി വരട്ടെ മോനെ. കൊടുക്കടാ കൊടുക്കടാ. വാങ്ങിച്ചില്ല. നന്നായിരിക്കട്ടെ മോനെ. ഇതാ മുത്തശ്ശി. നന്നായി വരും മോനെ. എല്ലാരും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോ തുണി മാത്രമേ തരാറുള്ളൂ. എന്നാ നീയാവട്ടെ അതിന്റെ കൂടെ 100 രൂപയും തരുന്നുണ്ടല്ലോ. നിനക്കെന്നും നല്ലതേ വരൂ. ചേച്ചി, തുണി മാത്രം മതിയോ? അത് തുന്നാൻ കാശ് വേണ്ടേ? അതിനാണ് ഈ കാശ്. ഞാൻ വിചാരിച്ചത് നടന്നാലേ അടുത്ത കൊല്ലം സാരിയും കൂടി ചേർത്ത് തരും. നിങ്ങളുടെ നല്ല മനസ്സിനെല്ലാം നല്ലത് നടക്കും. വളരെ നന്ദിയുണ്ട്. എന്റെ പെണ്ണുമ്പളയ്ക്ക് ബ്ലൗസ് തുണി എടുത്ത് കൊടുത്തതാ. ഇന്ന് തീരുമാനം ഉണ്ടാക്കൂടാ. ഞാൻ പഞ്ചായത്തിന് വിളിക്കും. പഞ്ചായത്ത് കൂട്ട്, പഞ്ചായത്ത് കൂട്ടറാ. ചേട്ടോ, നിങ്ങൾ കാര്യം അറിയാതെ സംസാരിക്കുക. കാര്യം അറിഞ്ഞുകൊണ്ടാണ് പറയുന്നത്. എന്റെ പെണ്ണുവിളിക്ക് നീ തുണി എടുത്തു കൊടുത്താ പിന്നെ നാട്ടുകാരെ കുറിച്ച് എന്തോ പറയടാ. അതെ അതെ, എന്റെ അന്തസ്സും ഗൗരവമൊക്കെ ഈ കാറ്റി പറക്കില്ലടാ. അത് ചേട്ടാ, ഇവിടുത്തെ അവസ്ഥ അറിയാതെ സംസാരിക്കരുത്. ആലോചിച്ചിരിക്കണതൊക്കെ ഈ നാട്ടിലേക്ക് എന്തോ ഒരു മര്യാദ ഉണ്ടായിരുന്നു. ഇനി ഞാൻ എങ്ങനെയാ തല നിവർത്തി നടക്കുന്നേ? അയ്യോ, ഈ അനിയൻ നല്ലതല്ലേ ചെയ്ത. നിങ്ങൾ അതിനെ തെറ്റിദ്ധരിക്കുന്നേ. നീ എന്നെ പഠിപ്പിക്കാറായോടി? എടാ, എന്റെ പെണ്ണുമ്പിള്ള എന്നെ എതിർത്തൊന്നും സംസാരിക്കത്തില്ല. ഇതിനൊക്കെ കാരണം വെറ്റില സ്വാമിയാ. ഇതിന് കൂട്ടാ വെറ്റില സ്വാമിയാണല്ലേ? എവിടെയവൻ? ചേട്ടാ, ആ സ്വാമി തന്നെയാണ് നമ്മൾ വിചാരിച്ചത് നടക്കാൻ വേണ്ടി പരിഹാരം ചെയ്യാൻ വേണ്ടി പറഞ്ഞത്.
എടാ നീ പരിഹാരം ഉണ്ടാക്കുവോ അതോ പലഹാരം ഉണ്ടാക്കുവോ അതൊന്നും എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. എന്തൊക്കെയാണെങ്കിലും കറക്റ്റ് ആയിട്ട് ചെയ്യണ്ട. ചേട്ടാ ആ സ്വാമി തുണി മാത്രമേ കൊടുക്കാൻ പറഞ്ഞുള്ളൂ. പക്ഷെ നമ്മുടെ ദേവ അത് തയ്ക്കാനുള്ള കാശും കൊടുക്കുന്നുണ്ട്. ഇവനെല്ലാം കണ്ടറിഞ്ഞ് ചെയ്യുന്നുണ്ട്. എടാ പുള്ളാനെ ചുമ്മാ പിന്നെ തെറ്റില്ലടാ. ഇങ്ങനെ ഒരു നാണം കെട്ടവൻ. ഇവളൊരാൾക്ക് മാത്രം നിങ്ങൾ തുണി എടുത്ത് കൊടുത്താൽ മതിയോ? ഇവക്ക് മൂത്തവള ഒരാളുണ്ട്, ഇളയത് ഒരാളുണ്ട്. അവർക്കൊക്കെ ആരെടുത്ത് കൊടുക്കാം? അവർക്കും കൂടെ എടുത്ത് കൊടുത്തോടാം. ആ വെറുതെ കുടുംബത്തെ പ്രശ്നം ഉണ്ടാക്കലേടാ. വീട് 3 ആവുകടാ. വൃത്തികെട്ടവൻ. ഇതായിരുന്ന കാര്യം. അതെ. ഇതിനാണ് ഇവിടെ കിടന്ന് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്. ഒന്ന് കൊടുത്തയക്കടാ. കോട്ടന് വന്ന പക്ഷെ ആപ്പ് കിട്ടി. എല്ലാരുടെ വൈഫ് കാരണം എന്തിനാ ഇങ്ങനെ കുടിച്ചിട്ട് സ്വയം തരം താഴ്ന്നേ? പണം കിട്ടി ഇയാൾക്ക് ഒരു നാണമില്ലല്ലോ. ഇത് ഭയങ്കര സംഭവമാണല്ലോ. ഇതൊക്കെ എല്ലാവർക്കും കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എനിക്ക് നന്നായിട്ട് അറിയാം. നടക്കട്ടെ നടക്കട്ടെ, നീ ആഗ്രഹിച്ചത് നടന്നാ കൊള്ളാം. എന്താ ചേച്ചി എല്ലാരും ജാക്കറ്റ് ബിറ്റും കൊണ്ട് വരുന്നോ? ദേവ ഞങ്ങൾക്ക് തയ്ക്കാൻ ജാക്കറ്റിന്റെ തുണിയും പണവും തന്നിട്ടുണ്ട് മോളെ. ഇതിൽ അളവ് ജാക്കറ്റ് ഉണ്ടോന്ന് തയ്ച്ചു വെച്ചേക്കണേ. ശരി ചേച്ചി, തയ്ച്ചു വെച്ചേക്കാം. നമ്മുടെ കടയ്ക്ക് നല്ല കാലം വന്നു തോന്നുന്നു ചേച്ചി. വാടി, നീയും ജാക്കറ്റ് ബിറ്റും കൊണ്ട് വന്നിരിക്കുക. എന്താ കടയിൽ ഒരു ഉത്സവത്തിന്റെ ആഘോഷം പോലെ കാണുന്നുണ്ടല്ലോ. അങ്ങനെയൊന്നുമില്ല, ആരാണ്ട് എല്ലാവർക്കും ജാക്കറ്റ് ബിറ്റ് വിതരണം ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അതാ എന്റെ കടയ്ക്ക് ഭാഗ്യമായത്. അത് നിന്റെ കടയ്ക്ക് മാത്രമല്ല, നിനക്കും കൂടിയാ. എന്താടി പറയുന്നേ? പെണ്ണൊന്നും അറിയാത്ത പോലെയാണല്ലോ സംസാരിക്കുന്നേ. ദേവ എന്നോട് കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു. നീ എപ്പോഴാ പറയാൻ പോകുന്നേ? എന്താ പറയാനുള്ളതെന്ന് വെച്ചാ അത് അസമയത്തിന് തന്നെ പറയുന്നതാ നല്ലത്. ഈ ബ്ലൗസ് തയ്ച്ചിട്ടേ ദേവിക്ക് നല്ല മറുപടി കൊടുക്ക. എടാ ആ ചേച്ചി. സെൽവി വന്നു, എന്തൊക്കെയോ പെറുപിറുത്തു, ദേ പോവുകയും ചെയ്തു. നിനക്ക് വല്ല മനസ്സിലായോ? എനിക്ക് മനസ്സിലായി, നിങ്ങൾക്കാ മനസ്സിലാവാത്ത. ചേച്ചി അന്ന് ദേവ എന്നെ തട്ടിക്കൊണ്ടു പോയിട്ട് നിങ്ങളെ പറ്റിയാ ചോദിച്ചത്. അതിനുള്ളിൽ നിങ്ങൾ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. അയ്യോ പലിശക്കാരൻ വന്നല്ലോ. ഞാൻ എന്താ ചെയ്യാ? എടാ പോക്കടാ അവളെ. എന്താടി നിന്റെ ഭർത്താവ് പൈസ മേടിച്ചിട്ട് മുങ്ങി നടക്കും? ഒന്നും പറയാതിരിക്കാൻ ഞങ്ങൾ എന്ത് പോഴന്മാരോ? വാടി. അവളുടെ ഭർത്താവാണെങ്കിലോ കാശ് വാങ്ങിച്ചിട്ട് നാട് വിട്ടു. അവനോട് ചോദിക്കാതെ അവന്റെ ഭാര്യയോട് ഒന്ന് ചോദിക്കുന്നതിൽ എന്താണ് ന്യായമുള്ളത്? ഞാനാരാ ന്യായം ചോദിക്കാൻ? കാശ് കൊടുത്തിട്ട് ഞാനെന്താ ഇവിടെ ബോഡി ഗാർഡിന്റെ പണി എടുക്കണമെന്നാണോ? ഒന്നുകിൽ എനിക്ക് കാശ് കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് അവനെ കിട്ടണം. ഇവിടെ അവനില്ല, അവന്റെ ഭാര്യ മാത്രമേ ഉള്ളൂ. അവളുടെ കഴുത്തിൽ അവൻ കിട്ടിയ താലിയുണ്ട്, അത് ഞാൻ താലി വരെ പറിച്ചോണ്ട് പോയി. നിങ്ങളുടെ കാലിൽ വീണ് ഞാൻ അപേക്ഷിക്കുക. എന്നെ വിട്ടേക്ക് മുതലാളി. എന്റെ ആടുകളൊക്കെ വിട്ടിട്ട് ഞാൻ എവിടേക്ക് പോവും മുതലാളി? അതൊന്നും കുഴപ്പമില്ല. അപ്പൊ നീ വാ. അവളോടൊന്ന് സംസാരിക്കാനാടാ, കൂട്ടി വാടാ. ഞാൻ ഇത്രയും പറഞ്ഞിട്ടും എനിക്കിവിടെ ഒരു വിലയില്ലേ? മഹാഭാവി, പട്ടാപ്പകൽ സമയത്ത് ഒരു സ്ത്രീയുടെ കൈ പിടിച്ച് വലിച്ചോണ്ട് പോന്നു. ഇവരെല്ലാം എന്തിനാണെന്ന് ഇയാളുടെ ട്രാപ്പിൽ പോയി വീഴുന്നത്? എന്നാണോ ഇവൻ തൊലഞ്ഞു പോകുന്നത്? ആരുടെ കൈ കൊണ്ടായിരിക്കും ഇവന്റെ മരണം? എന്താ ഗുണ, റിലീസായല്ലോ. ഇനിയെല്ലാം നിനക്ക് നല്ലതേ വരും. ആദ്യം നീ ഇവിടെ വിട്ട് പൊക്കോ. നീ എന്താ നോക്കുന്നേ? വേഗം ഇവിടെ നിന്ന് പോകാൻ നോക്ക്. പോയിട്ട് വരാം സാറേ. ആശുപത്രിയിൽ നിന്ന് ചികിത്സ ചെയ്യാൻ പോകുന്നവരും ജയിലിൽ നിന്ന് പുറത്തു പോകുന്നവരും പോയിട്ട് വരാമെന്ന് പറയരുത്. ഞാൻ പുറത്തു പോകുന്നത് തിരിച്ചു വരാൻ വേണ്ടിയാ. കാണാം സാറേ. നാടകം മാറിപ്പോയല്ലോ. ഏയ് വാടാ. ഏയ് വരാനല്ലേ പറഞ്ഞേ? കച്ചേരി നമുക്ക് ഇവിടെ നടത്താടാ. സാറേ പേയ്മെന്റോ? ഇന്നാ ഡബിൾ ഉണ്ട്. നിങ്ങളെ കൂട്ടുകെട്ടി നാടന്ന് കുലുങ്ങണം.
ഒരു നല്ല കാര്യത്തിന് പോകുമ്പോൾ ആരാടാ അപശകുനം? ഇവിടെ എന്താ ആരും മരിച്ചുപോയോ? ഏയ് ഇപ്പൊ ഒരെണ്ണം വീഴൂടാ. ആരാടാ നീ? ഡാ ഗോവിന്ദ, നല്ലപോലെ നോക്കടാ. നിനക്ക് മനസ്സിലായില്ലേ? മനസ്സിലായില്ലല്ലോ. അങ്ങനെയാണോ? എന്നോട് ചോദിക്കണല്ലോ, നീ ആരാടാ? ഞാനാടാ ഗായത്രിയുടെ അനിയൻ ഗുണ. ഗുണായോ? നിന്നെ വെട്ടി കൊല്ലാൻ വേണ്ടിയാടാ ഞാൻ വന്നത്. വാ വാ ഗോവിന്ദ, നീ ഈ ലോകത്തിന്റെ ഏത് മൂലയ്ക്ക് പോലും നിന്നെ കൊല്ലാതെ വിടില്ലടാ. നീ നേരെ ഓടിയാലും ശരി, വളഞ്ഞു വളഞ്ഞു ഓടിയാലും ശരി, ഇന്ന് നീ തീർന്നടാ. വേണ്ട വേണ്ട ഗുണ, വേണ്ട ഗുണ, പ്ലീസ് വേണ്ട വേണ്ട, എന്നെ വിട്ടേക്ക്, എന്നെ വിട്ടേക്ക്, എന്നെ ഒന്നും ചെയ്യില്ലേ ഗുണ, ഗുണ ഗുണ, എന്നെ ഒന്നും ചെയ്യില്ലേ ഗുണ, ഞാൻ ഒരു പാവ ഗുണ, എന്നെ ഒന്നും ചെയ്യില്ലേ ഗുണ. എന്റെ അച്ഛനെ ഒന്നും ചെയ്യരുത്. വേണ്ട വേണ്ട ഗുണ, വേണ്ട ഗുണ. എന്റെ അച്ഛനെ ഒന്നും ചെയ്യരുത്. എന്റെ അച്ഛനെ ഒന്നും ചെയ്യരുത്. പ്ലീസ്. എന്ത് തെറ്റ് ചെയ്താലും ഞാൻ നിങ്ങളുടെ കാലിൽ വീണ് മാപ്പ് ചോദിക്കാം. പ്ലീസ്. എന്റെ അച്ഛനെ ഒന്നും ചെയ്യല്ലേ. വാടാ ഗുണ, നിനക്ക് വേണ്ടി അവിടെ ഇത്ര വർഷം ഞാൻ കാത്തിരുന്നേ. ഞാനിപ്പോൾ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. എന്നെ ഒരു കൊലപാതകയാക്കി മാറ്റരുത്. മനസ്സിലായോടാ?